അവിടെ നിന്നുള്ള യാത്രക്കാരെയും പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. പോകും വഴിയെല്ലാം റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി എത്തിയപ്പോഴത്തേക്കും വെളുപ്പാങ്കാലം 3 മണി കഴിഞ്ഞു. അജ്മലിന്റെ ഡ്യൂട്ടി ഓഫ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി. ഇനി അങ്ങോട്ട് നമ്മുടെ സാരഥി നൗഫലാണ്. ഈ ബസ് മൈസൂർ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും പരപ്പനങ്ങാടി നിന്ന് കഴിഞ്ഞ് വീണ്ടും അജ്മൽ ജോയിൻ ചെയ്യുന്നതാണ്. വയനാട് താമരശ്ശേരി ചുരം കയറിയാണ് ഇനി അങ്ങോട്ട് യാത്ര. ചുറ്റും നല്ല ഇരുട്ടായത് കൊണ്ട് തന്നെ ആ ചുരം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. ചുരം കയറി ഇറങ്ങിയ ശേഷം യാത്രക്കാരുടെ വാഷ്റൂം സൗകര്യത്തിനായിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ സമയം 5:30 ആയപ്പോൾ വണ്ടി നിർത്തി. ഈ യാത്രയിൽ മൊത്തം ഇപ്പോൾ 2 തവണയാണ് വാഷ്റൂം സൗകര്യം കിട്ടിയത്. ദൂരയാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് തികച്ചും ആശ്വാസകരമായ നിമിഷം. നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങാനായിട്ട് കിടന്നു. ഏകദേശം 1 മണിക്കൂറോളം ഉറങ്ങിക്കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി മുത്തങ്ങ ഫോറസ്റ്റിൽ കയറി തുടങ്ങിയത്. എക്സൈസ് ചെക്ക് പോസ്റ്റ്, RTO ചെക്ക് പോസ്റ്റ്, പോലീസ് ചെക്ക് പോസ്റ്റ്, ഈ 3 ചെക്ക് പോസ്റ്റുകൾ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൊടും വനത്തിനകത്തോട്ട് കയറാൻ കഴിയുള്ളൂ. ഇനി അങ്ങോട്ട് 22 കിലോമീറ്ററോളം കാടിന്റെ ഭംഗികൾ കണ്ടുള്ള യാത്രയാണ്. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരുപാട് മാൻകൂട്ടങ്ങളെയും